IPL മാച്ച് നമ്പർ 64 ഇന്നലെ അവസാനിച്ചപ്പോൾ ലക്നൌവിന് ആശ്വാസ വിജയമായിരുന്നു ലഭിച്ചത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച് ഗുജറാത്ത് ബൗളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ തകർപ്പൻ ഷാട്ടായിരുന്നു ഒരിക്കൽ കൂടി മാർക്രം ജോഡി LSCക്ക് കൊടുത്തത്. പവർ പ്ലേയിൽ 53 നേടിയപ്പോൾ 91 ആദ്യ വിക്കറ്റ് നഷ്ടമായത്. വൺ ഡൗൺ ആയി കഴിഞ്ഞ മത്സരത്തിലേതുപോലെ പന്തിനെ കയറ്റിവിടാതെ നിക്കോളാസ് പൂറിനെ കയറ്റിവിട്ടത് ഫലം കണ്ടപ്പോൾ എക്സ്പ്ലോസീവ് ബാറ്റിംഗിന്റെ ഒരു എക്സിബിഷനായിരുന്നു പിന്നീട് അവിടെ കണ്ടത്. കഴിഞ്ഞ മത്സരത്തിൽ ഒരു മികച്ച തുടക്കം കിട്ടിയപ്പോൾ പന്തിനെ നേരത്തെ കയറ്റിവിട്ടതായിരുന്നു ഹൈദരാബാദുമായിട്ട് അവരുടെ മൊമെന്റം നശിപ്പിച്ചത്. ആ തെറ്റ് എന്തായാലും ഇന്നലെ ആവർത്തിച്ചില്ല. 12 മുതൽ 18 വരെയുള്ള 7 ഓവറിൽ 107 LSC അടിച്ചുകൂട്ടിയത്. അതിനിടയിൽ മാർഷ് തന്റെ ആദ്യ IPL സെഞ്ചുറിയും തികച്ചു. ഒടുവിൽ 235-2 എന്ന നിലയിലാണ് LSCയുടെ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. മാർഷ് 64 പന്തിൽ 117 നേടിയിരുന്നു. ടീം പുറത്തായതിനു ശേഷം ഋഷഭ് പന്തും നിക്കോളാസ് പൂറിനും ടൈമിംഗ് കണ്ടെത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഗുജറാത്തിനെ നോക്കിയാൽ അവരുടെ ടോട്ടൽ ബൗളിംഗ് ലൈനപ്പിന് ഒരു ഓഫ് ഡേ ആയിരുന്നു ഇന്നലെ മത്സരത്തിലുണ്ടായിരുന്നത്. സായ് കിഷോർ, റാഷിദ് ഖാൻ, കൃഷ്ണ, റബാദ എന്നിവരെല്ലാവരും നന്നായി തന്നെ തല്ലുകൊണ്ടു. കുറച്ച് കുറവ് അടികൊണ്ട് സിറാജ് മിണ്ടാതെ വന്ന് പന്തെറിയാനുള്ളതിന് പകരം നിക്കോളാസ് പൂറിനെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് തല്ല് വാങ്ങിക്കൂട്ടുന്നുണ്ടായിരുന്നു. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ GTയുടെ ഈ സീസണിലെ സ്ട്രെങ്തായ അവരുടെ ടോപ്പ് ഓർഡർ ഇന്നലെ റിലേറ്റീവ്ലി നേരത്തെ തന്നെ ഔട്ടായിരുന്നു. പവർ പ്ലേയിൽ സുദർശനും 8ാം ഓവറിൽ ഗില്ലും 10ാം ഓവറിൽ ബട്ട്ലറും പുറത്തായി. ഈ സീസണിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു 15 ഓവറിനുള്ളിൽ ഈ 3 പേരും പുറത്താകുന്നത്. എങ്കിലും അറ്റാക്ക് ചെയ്ത് 10 ഓവറായപ്പോൾ തന്നെ ഓൾമോസ്റ്റ് സ്കോർ 100 എത്തിച്ചിട്ടാണ് ഇവർ മടങ്ങിയത്. ശേഷം റദർഫോർഡ് ഷാരൂഖ് ഖാൻ ജോഡി 2-3 ഓവർ എടുത്ത് സെറ്റിലാവാൻ നോക്കി. പിന്നെ 14ാം ഓവർ മുതലായിരുന്നു ഒരു കൗണ്ടർ അറ്റാക്ക് GT തുടങ്ങിയത്. പിന്നെ വന്ന 3 ഓവറിൽ 53 അടിച്ച് 24 പന്തിൽ 54 എന്ന ഇക്വേഷനിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഒരു ഈസി വിജയം തന്നെ ആ ടൈമിൽ ഗുജറാത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു. എന്നാൽ 17ാം ഓവറിൽ റദർഫോർഡ്, തിവാട്ടിയ തുടങ്ങി 2 പേരെയും വില്ലോറുക്ക് ഔട്ടാക്കിയതോടെ ചേസ് ഏറെക്കുറെ അവിടെ തന്നെ അവസാനിക്കുകയായിരുന്നു. പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാതെ 202-ന് GTയുടെ ഇന്നിംഗ്സ് അവസാനിക്കുകയാണ് ചെയ്തത്. ഇവിടെ GT ഒട്ടും കാൽക്കുലേറ്റഡ് ആയിരുന്നു എന്ന് അവസാന 4 ഓവർ കണ്ടപ്പോൾ തോന്നിയില്ല. കാരണം അവസാന 4 ഓവറിൽ 54 വേണ്ടി വന്നപ്പോൾ വില്ലോറുക്കിനും ആവേശ് ഖാനും ഓരോ ഓവർ വെച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ശേഷിക്കുന്ന ഓരോ ഓവർ ഷഹബാസിനും പിന്നെ ഓരോ ഓവർ ആയുഷ് ബദോനി എറിഞ്ഞേ പറ്റൂ എന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ആകാശ് സിംഗ്, മാർക്രം തുടങ്ങി 2 പേരും പരിക്ക് പറ്റി കയറിപ്പോയിരുന്നു. വില്ലോറുക്കിന്റെ ആ ഓവർ കുറിച്ച് സേഫായി കളിച്ചു തീർക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ സ്പിന്നേഴ്സിന്റെ 2 ഓവർ ടാർഗറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഷഹബാസിന്റെയും ആവേശിന്റെയും തൊട്ടുമുന്നത്തെ ഓവറിൽ മാത്രം 36 റദർഫോർഡും ഷാരൂഖ് ഖാനും അടിച്ചത്. സോ ഡെഫിനറ്റായും ലാസ്റ്റ് എറിയാൻ വരുമ്പോൾ വിക്കറ്റ് പോയില്ലായിരുന്നുവെങ്കിൽ ആ പ്രഷർ ബൗളേഴ്സിന് മുകളിൽ ഉണ്ടായേനെ. എന്നാൽ ഋഷഭ് പന്ത് ഗ്യാമ്പിൾ ചെയ്ത് ഓറൂക്കിന് 17ാം ഓവർ കൊടുത്തത് ശരിക്കും ഗെയിം ചേഞ്ചിങ് ആയി മാറി. 4 ഓവറിൽ 27 മാത്രം വഴങ്ങി 3 വിക്കറ്റായിരുന്നു ഓറൂക്ക് എടുത്തത്. 2 ടീമുകളും തമ്മിലുള്ള വ്യത്യാസവും ഇതുതന്നെയായിരുന്നു. ഗുജറാത്ത് തോറ്റതോടെ പഞ്ചാബിനും RCBക്കും ടോപ്പ് 2 ഫിനിഷ് നേടാമെന്ന സാഹചര്യം തുറന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതിന് അടുത്ത 2 മത്സരങ്ങളിലും ഇവർ ജയിക്കണം. ഏറ്റവും അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡിലേക്ക് നോക്കിയാൽ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിന് ഇറങ്ങിയ LSC 235 നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ 202 നേടാൻ മാത്രമേ GTക്ക് സാധിച്ചുള്ളൂ.